15 വർഷം കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന കേന്ദ്ര ഗതാഗത നിയമം നടപ്പായാൽ കാസർഗോഡ് ജില്ലയിൽ 20-ലധികം KSRTC ബസ്സുകൾ സ്ക്രാപ്പ് വിഭാഗത്തിലേക്ക് മാറ്റേണ്ടി വരും. ബസ്സുകളുടെ എണ്ണം കുറഞ്ഞാൽ KSRTC സർവീസിനെ ദോഷകരമായി ബാധിക്കും. ബസ്സുകളുടെ കാലാവധി 20 വർഷമായി നീട്ടിയ സംസ്ഥാന സർക്കാരിന്റെ ഭേദഗതി നിയമത്തിന് കേന്ദ്ര സർക്കാർ അനുമതിയില്ലാത്തതാണ് സംസ്ഥാനത്ത് പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. സംസ്ഥാനത്ത് 2000-ഓളം KSRTC ബസ്സുകളാണ് കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന ഗതാഗത നിയമമനുസരിച്ച് നിരത്തുകളിൽ നിന്ന് പുറത്താകുന്നത്. കേന്ദ്ര നിയമം വന്ന സാഹചര്യത്തിൽ പല പ്രായോഗിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി 15 വർഷം പിന്നിട്ട ബസ്സുകൾ ഫിറ്റ്നസ് പുതുക്കി സുരക്ഷ ഉറപ്പുവരുത്തി ഓടിക്കാമെന്ന് സംസ്ഥാന സർക്കാർ ഭേദഗതി വരുത്തിയിരുന്നു. എന്നാൽ KSRTC ഉൾപ്പെടെ സംസ്ഥാനത്ത് 15 വർഷം കഴിഞ്ഞ ബസ്സുകൾക്ക് പകരം ആവശ്യമായ പുതിയ ബസ്സുകൾ ലഭിക്കാത്തതിന്റെ പേരിലായിരുന്നു ഈ ഭേദഗതി. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകാത്തതിനാൽ KSRTC കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഡിപ്പോകളിൽ നിലവിലെ കണക്കുകൾ പ്രകാരം 19-ലേറെ ബസ്സുകൾ സാങ്കേതികമായ അൺഫിറ്റ് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പുകപരിശോധന നടത്തിയും മറ്റുമായി ഫിറ്റ്നസ് പുതുക്കി സർവീസ് നടത്തുന്നുണ്ടെങ്കിലും കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ പോർട്ടലിൽ നിന്ന് ഇത്തരം ബസ്സുകൾ പുറത്താകും. തുടർന്ന് നിയമപരമായ നടപടിയും നേരിടും. KSRTC ദേശസാൽകൃത റൂട്ടുകൾ ലാഭകരമായി നടത്തുന്ന കാസർഗോഡ് ജില്ലയിൽ ഇത് പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുന്ന ആശങ്കയിലാണ് എല്ലാവരും. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ചന്ദ്രഗിരി പാലവും കണ്ണൂർ കാസർഗോഡ് സെക്ടറും കാസർഗോഡ് മംഗലാപുരം റൂട്ടും ദേശവൽക്കരിച്ചതോടെ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ജനങ്ങൾക്ക് നല്ല യാത്രാ സൗകര്യം കൊടുക്കുന്ന സംവിധാനം ഇവിടെ നിലനിന്നിരുന്നു. നിർഭാഗ്യവശാൽ അടുത്ത കാലത്തായി ഈ ജില്ലയോട് പൊതുവായി കാണിക്കുന്ന അവഗണന KSRTC രംഗത്ത് തുടരുകയാണ്. പുതിയ ബസ്സുകൾ ലഭ്യമാക്കിയും അതുപോലെ തന്നെ ഡെപ്പോകളുടെ അറ്റകുറ്റപ്പണി നടത്തിയും കാര്യക്ഷമമായ സർവീസ് നടത്താനുള്ള സംവിധാനം മാനേജ്മെന്റ് ശ്രദ്ധിക്കുന്നില്ല. കേന്ദ്ര നിയമം മറികടക്കാൻ അനുവദിക്കില്ലെന്ന കേന്ദ്ര ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കിയതോടെ ഇത് ലംഘിച്ച് ഓടുന്ന വാഹനങ്ങൾ അനധികൃത സർവീസ് എന്ന നിലയിലാണ് കണക്കാക്കുക. കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിലുള്ള ബസ്സുകളുടെ ഓട്ടം നിലയ്ക്കുമ്പോൾ പകരം ബസ്സുകൾ എത്തിയില്ലെങ്കിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട് ഡിപ്പോകളിൽ നിന്നുമായി ബന്തെടുക്ക, കൊന്നക്കാട്, ചിറ്റാരിക്കൽ, പാണത്തൂർ തുടങ്ങിയ ഗ്രാമീണ മലയോര പ്രദേശങ്ങളിലേക്കുള്ള KSRTC ബസ്സുകളുടെ യാത്ര അനിശ്ചിതത്വത്തിലാകും. ഇതിനിടെ മഴ പെയ്താൽ വെള്ളം നിറയുന്ന ജില്ലയിലെ KSRTC ഡിപ്പോയുടെ അവസ്ഥയും ചർച്ചയാവുന്നുണ്ട്. മഴ പെയ്താൽ ബസ്സുകൾ നിർത്തിയിടാൻ പോലും കഴിയാത്ത തരത്തിൽ പലയിടങ്ങളും ചോർന്നൊലിക്കുകയാണ്. ഡിപ്പോയുടെ സമഗ്ര പരിഷ്കരണവും പുതിയ ബസ്സുകളുടെ വരവുമില്ലെങ്കിൽ KSRTCയിലെ വനിതാ യാത്രാ സൗജന്യം ഉൾപ്പെടെ ജില്ലയിൽ പ്രതിസന്ധിയിലാകുമെന്നാണ് അധികൃതർ ആശങ്കപ്പെടുന്നത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.